നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊല്ലം ജില്ലയിലെ ഓച്ചിറ മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള പൂർണ്ണമായിട്ടുള്ള അപ്ഡേറ്റ് ആണ്. വിശ്വസമുദ്ര കൺസ്ട്രക്ഷൻ കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീച്ചാണ്. ഇവിടെ ഇപ്പം ഓച്ചിറ തെക്കേ സിഗ്നൽ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഇടത്തെ ഈ സൈഡിൽ അവർ കുറച്ചും കൂടെ മണ്ണിട്ട് ലെവൽ ചെയ്തതിന് ശേഷം ഒരു സ്റ്റെബിലൈസേഷൻ പണി ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വരുന്നത് ഓച്ചിറ കഴിഞ്ഞേച്ച് പിന്നെ കുറച്ചും കൂടെ മുമ്പോട്ട് വരുന്നിടത്താണ് പിന്നെ നമ്മുടെ ടോൾ പ്ലാസയുടെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സ്ഥലം വരുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലുമായിട്ടുള്ള ഡ്രൈനേജ് കുറച്ചും കൂടി ഉള്ളോട്ട് കയറിയാണ് ഈ ഒരു ഏരിയയിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ടോൾ പ്ലാസ വരാൻ സാധ്യതയുള്ളത്. പിന്നെ നമ്മൾ ടോൾ പ്ലാസ കഴിഞ്ഞേച്ച് പരബ്രഹ്മ ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് എത്തുമ്പോൾ രണ്ട് സൈഡിലായിട്ട് തന്നെ അവർ കുറച്ചും കൂടെ ആ ഒരു സൈഡിൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ട് തന്നെ WMM മിക്സൊക്കെ കൊണ്ടുവന്ന് കുറച്ചും കൂടി ഈ ഒരു ഭാഗത്തായിട്ട് നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് പിന്നെ നമ്മൾ നേരെ പള്ളിമുക്ക് ഭാഗത്തായിട്ട് എത്തുമ്പം അവർ ഇടത്തെ സൈഡിലായിട്ട് കുറച്ചും കൂടെ ലെങ്തിലായിട്ട് ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. ഇടത്തെ സൈഡിലായിട്ട് ഇവിടുന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് പോകുന്നിടത്ത് ടാർ ചെയ്തിട്ടുണ്ട്. ഇവിടെ പിന്നെ നിലവിലെ റോഡിൻ്റെ ഇടതുഭാഗത്തായിട്ട് ഇപ്പം മണ്ണിട്ട് ലെവൽ ചെയ്തിരിക്കുന്നത് കുറച്ച് നാളിന് മുമ്പേ അവർ തുടങ്ങി അത് കുറച്ച് മണ്ണിട്ട് ലെവൽ ചെയ്ത് കഴിഞ്ഞ ഒരു ഭാഗമാണ്. ഇപ്പോൾ നമ്മൾ പള്ളിമുക്ക് ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് മുമ്പോട്ട് പോകുന്നിടത്ത് പണി ആക്റ്റീവായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമായിട്ടാണ് നല്ല ആക്റ്റീവായിട്ടുള്ള പണി നടക്കുന്നത്. ചില സ്ഥലങ്ങളിലൊന്നും പണിയൊക്കെ പഴയ പോലുള്ള സ്ഥിതിയിലായിട്ടാണ് ഉള്ളത്. നമ്മൾ പള്ളിമുക്ക് കഴിഞ്ഞിട്ട് പിന്നെ നേരെ വരുന്നത് വലിയകുളങ്ങര ഭാഗത്തേക്കാണ് വരുന്നത്. വലിയകുളങ്ങര ഭാഗം വരെ ഇവരിപ്പം ഇടത്തെ ഈ സൈഡിലായിട്ട് ഇത്രയും ലെങ്തിലായിട്ട് ആദ്യത്തെ ലെയർ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇപ്പം ഇടത്തെ സൈഡിലും വലത്തെ സൈഡിലും ഒക്കെ ആയിട്ട് ക്രാഷ് ബാരിയർ നിർമ്മാണമൊക്കെ ചെയ്തു വരുന്നുണ്ട്. ഇവിടുന്ന് പിന്നെ നമ്മൾ ചങ്ങംകുളങ്ങര വരെ റോഡ് വൺ വേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലും കുറച്ച് വീതിക്ക് തന്നെ റോഡുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം വലത്തെ സൈഡിൽ കൂടി ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ കടത്തി വിട്ടതിന് ശേഷം ഇപ്പം ഇടത്തെ സൈഡിലെ പഴയ റോഡ് കുത്തിപ്പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇടത്തെ സൈഡിലായിട്ട് തന്നെ ക്രാഷ് ബാരിയർ നിർമ്മാണം ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിക്കുന്നുണ്ട്. ഇപ്പം മണ്ണ് കൊണ്ടുവന്നിട്ട് ലെവൽ കുറച്ച് കഴിഞ്ഞതിന് ശേഷം അവിടെ ഇപ്പം മെറ്റിൽ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. കുറച്ച് ലോഡി മെറ്റിലെന്ന് പറഞ്ഞാൽ കറക്റ്റ് മെറ്റിലല്ല, കുറച്ച് പാറപ്പൊടിയും കൂടെ മിക്സ് ആയിട്ടുള്ള മെറ്റിലാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുന്നത്. പിന്നെ നമ്മൾ ചങ്ങംകുളങ്ങര ബ്ലോക്ക് ജംഗ്ഷൻ ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഭാഗം ടാർ ചെയ്തതാണ്. അത് നമ്മൾ നേരത്തെയും കാണിച്ചിട്ടുള്ളതായിരുന്നു. ഇനിയിപ്പം പൂർണ്ണമായിട്ട് ഈ ഒരു ഇടത്തെ സൈഡിൽ കാണുന്ന ഭാഗം ടാർ ചെയ്തതിന് ശേഷം വലത്തെ സൈഡ് കുത്തിപ്പൊളിക്കാനാണ് സാധ്യതയുള്ളത്. ഇനി ഇടത്തെ സൈഡിലെ റോഡിൽ കൂടി വാഹനങ്ങൾ കടത്തിവിട്ടതിന് ശേഷം പിന്നെ നമ്മൾ ചങ്ങംകുളങ്ങരയിലെ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ട് വന്നു കഴിഞ്ഞാൽ വലതു ഭാഗത്തായിട്ട് ഇപ്പോൾ സർവീസ് റോഡിൽ കൂടി അവിടെ വാഹനങ്ങൾ കടത്തിവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം ആ ഒരു ഭാഗത്ത് വലത്തെ സൈഡിലായിട്ട് തന്നെ ബാക്കിയുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും തുടങ്ങിയിട്ടുണ്ട്. ഇടത്തെ സൈഡിൽ കൂടി കുറച്ച് നാളിന് മുമ്പേ സർവീസ് റോഡിൽ കൂടി വാഹനങ്ങൾ കടത്തിവിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം അണ്ടർപാസിൻ്റെ ബാക്കി പകുതി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ വരുന്നത് വവ്വാക്കാവ് ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടെ ഇപ്പം ഇടത്തെ സൈഡിൽ കുറച്ചും കൂടെ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് മെറ്റിലിട്ട് നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അണ്ടർപാസിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടുള്ള റിട്ടേണിംഗ് വാൾ ഈ ഒരു ഭാഗത്ത് കുറച്ചും കൂടെ ഉയർത്തിയിട്ട് ഇപ്പം നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ വവ്വാക്കാവ് ഭാഗത്തായിട്ട് വലത്തെ സൈഡിലുണ്ടായിരുന്ന നമ്മുടെ പഴയ റോഡ് കുത്തിപ്പൊളിച്ച് അപ്പം ഇടത്തെ സൈഡിൽ ഈ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ട് അതിൻ്റെ ഒരു ക്രഷ് ചെയ്ത മണ്ണാണ് ഈ ഒരു ഇടത്തെ സൈഡിലായിട്ട് കൊണ്ടുവന്ന് കുറച്ച് ഇട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ തന്നെ ഇടത്തെ സൈഡിലായിട്ട് അവർ സർവീസ് റോഡ് വരുന്ന ഭാഗത്തും ഈ ഒരു പഴയ റോഡ് കുത്തിപ്പൊളിച്ചതാണ് ഈ ഇടത്തെ സൈഡിലും കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നത്. അങ്ങനെ വവ്വാക്കാവിലെ നമ്മുടെ പഴയ റോഡ് കുത്തിപ്പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. അതാണ് വവ്വാക്കാവിലെ പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. വവ്വാക്കാവിൽ മാത്രമല്ല, നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം പുത്തന്തര് ഭാഗത്തും ഇതേപോലെ പഴയ റോഡ് കുത്തിപ്പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. ഈ കുത്തിപ്പൊളിച്ച് കളഞ്ഞ മണ്ണാണ്, ക്രഷ് ചെയ്ത മണ്ണാണ് ഇപ്പം ഇടത്തെ സൈഡിലായിട്ട് അവർ സർവീസ് റോഡിലൊക്കെ കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരെ വവ്വാക്കാവ് ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ലോഡ് മണ്ണ് കൊണ്ടുവന്ന് വലതു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കിയിട്ടിട്ടുണ്ട്. എല്ലായിടത്തും പറയുന്നത് പോലെ തന്നെ ഇവിടെയും പഴയ പോസ്റ്റുകളൊക്കെ നിൽപ്പുണ്ട്. ഇപ്പോഴും എടുത്ത് മാറ്റാനൊക്കെ ആയിട്ട് ഇടത്തെ സൈഡിൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്തും ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ കുറച്ചും കൂടെ പണി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വലതു ഭാഗത്തായിട്ടാണ് ഇപ്പം കുറച്ച് ലോഡ് മണ്ണ് കൊണ്ടുവന്ന് ഇറക്കിയിട്ടിരിക്കുന്നത്. നമ്മൾ വവ്വാക്കാവ് കഴിഞ്ഞിട്ട് ഇനി നേരെ പോകുന്നത് പുത്തന്തരി ഭാഗത്തേക്കാണ് പോകുന്നത്. ഇടത്തെ സൈഡിൽ സർവീസ് റോഡ് വരുന്ന ഭാഗം ഇത്രയും പണി കഴിഞ്ഞിട്ടുണ്ട്, മെറ്റിലിട്ട് നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഇടത്തെ സൈഡിൽ കുറച്ച് നീളത്തിലായിട്ട് ഇടത്തെ സൈഡിൽ അവർ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പഴയ റോഡ് കുത്തിപ്പൊളിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം ഇടത്തെ സൈഡിൽ കൂടി വാഹനങ്ങളൊക്കെ കടത്തിവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പഴയ റോഡ് ഇവിടെ കാണുന്ന പഴയ റോഡ് ഉടൻ തന്നെ കുത്തിപ്പൊളിക്കും. ആ ഒരു വശത്തോടെ ആയിരിക്കണം സർവീസ് റോഡൊക്കെ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ കുത്തിപ്പൊളിക്കും. ഇനി നമ്മൾ നേരെ പുത്തന്തര് ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇപ്പം വവ്വാക്കാവിൽ ഈ ഒരു സ്ഥലത്ത് ഇതിനേക്കായി കുറച്ചും കൂടെ വീതിക്കായിട്ടാണ് പുത്തന്തര് ഭാഗത്തായിട്ട് എത്തുമ്പം അവർ ടാർ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടം മുതൽ, അതായത് ആനന്ദ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ പുതിയകാവ് എത്തുന്നതിന് മുമ്പ് വരെ അവർ
വലത്തേ സൈഡിൽ കുറച്ച് വീതിക്കായിട്ട് തന്നെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പഴയ റോഡ് കുത്തിപ്പൊളിച്ച് കളഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ ഈ കുത്തിപ്പൊളിച്ച ആ ഒരു പഴയ റോഡ് ചില സ്ഥലത്ത് അവർ ഇവിടെ തന്നെ കൂട്ടി വെച്ചിട്ടുണ്ട്. ചിലത് മുമ്പോട്ട് പോകുന്ന വഴിക്ക് നമ്മുടെ പുതിയാവിൽ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്ത്, അണ്ടർപാസിൻ്റെ നിർമ്മാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ച് റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണം 2 സൈഡിലായിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്തായിട്ട് കുറച്ച് റോഡ് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. അത്രയും പണിയുള്ളൂ. ഇവിടുന്ന് നമ്മൾ മുമ്പോട്ട് ഇടത്തെ ഈ സൈഡിൽ പഴയ റോഡ് കുത്തിപ്പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. നമ്മൾ പുത്തൻതെരു കഴിഞ്ഞിട്ട് പിന്നെ പുതിയകാവ് സിഗ്നൽ എത്തുന്നതിന് മുമ്പ് വരെയാണ് ഇടത്തെ സൈഡിൽ പഴയ റോഡ് കുത്തിപ്പൊളിച്ച് കളഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുതിയതായിട്ട് ഇപ്പം വലത്തെ സൈഡിൽ ടാർ ചെയ്തിരിക്കുന്ന ഭാഗത്തുകൂടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയും നീളത്തിലായിട്ട് അവർ വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടുന്ന് മുമ്പോട്ട് നമുക്ക് പുതിയ സിഗ്നലിൻ്റെ അടുത്ത് വരെ കുറച്ച് ഗ്യാപ്പിൽ ഇവർ വലിയ പണിയൊന്നും നടന്നിട്ടില്ല. അത്രയും ഭാഗത്ത് നേരത്തെ തന്നെ അവർ മണ്ണിട്ട് ലെവൽ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ്. പിന്നെ മുമ്പോട്ട് വരുമ്പം ഇവിടെ 2 സൈഡിലുമായിട്ട് അണ്ടർപാസിൻ്റെ ഭാഗമായിട്ടുള്ള റിട്ടേണിംഗ് വാൾ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് ഇടത്തെ സൈഡിൽ ഒരു 2-3 ലോഡ് മണ്ണ് ആ ഒരു റോഡ് കുത്തിപ്പൊളിച്ച സാധനം കൊണ്ടുവന്ന് ഈ ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ ഇടത്തെ സൈഡിലായിട്ട് ഇവിടെ ഈ ഒരു ഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗം കുറേ മെറ്റിലിട്ട് നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടി ഈ ഒരു ഏരിയയിൽ ഡ്രൈനേജിൻ്റെ പണിയും പൂർത്തിയായിട്ടുണ്ട്. ഇടത് ഭാഗത്ത് അമ്പലത്തിൻ്റെ ഭാഗം വരുന്ന സ്ഥലത്തായിട്ട് തന്നെ കുറച്ചും കൂടെ ഡ്രൈനേജിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട്. അവിടെ തന്നെ ഇടത്തെ സൈഡിൽ കുറച്ചും കൂടെ ലോഡ് മണ്ണ് കൊണ്ടുവന്നിട്ട് നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. പുതിയകാവിൽ ഇവിടെ ഒരു പുതിയതായിട്ട് ഒരു പെട്രോൾ പമ്പിൻ്റെ നിർമ്മാണം വലത്തേ സൈഡിലായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്നത് പിന്നെ പുള്ളിമാൻ ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ് വരുന്നത്. പിന്നെ പഴയ പോലുള്ള പണി തന്നെയുള്ളൂ ഈ ഒരു ഭാഗത്ത് തുടങ്ങിയത്. അന്ന് നമ്മൾ കരുനാഗപ്പള്ളിയിൽ നിന്നും ഓച്ചിറ ഭാഗത്തോട്ടുള്ള ദൃശ്യങ്ങളാണ് കാണിച്ചത്. അപ്പം ഒരു സൈഡിലായിട്ടാണ് ടാർ ചെയ്തിരിക്കുന്നത് കാണുന്നത്. ഇപ്പം നമ്മൾ മുമ്പോട്ട് വരുമ്പം ഇടത് ഭാഗത്ത് അന്ന് ആ വീഡിയോയിൽ കണ്ട പ്രൈം കോട്ട് അപ്ലൈ ചെയ്തിരിക്കുന്ന ഭാഗത്തും ടാറിങ് ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പുള്ളിമാൻ ജംഗ്ഷൻ ഭാഗം വരുമ്പം ഇടത്തെ സൈഡിലായിട്ട് ഇവിടെ ഇപ്പം ക്രാഷ് ബാരിയർ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇടത് ഭാഗത്തായിട്ട് കുറച്ച് നീളത്തിലായിട്ടാണ് അവർ ടാറിങ് കഴിഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു വളവായതുകൊണ്ട് തന്നെ വലത് ഭാഗത്തായിട്ടാണ് കൂടുതൽ ലെങ്തിൽ അവർ ടാർ ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ അവർ വലതുഭാഗത്ത് കുറച്ച് വീതിക്കായിട്ട് തന്നെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഒരു സ്ഥലത്തുകൂടി വാഹനങ്ങൾ കടത്തി വിട്ടതിന് ശേഷം പഴയ റോഡോടം തന്നെ കുത്തിപ്പൊളിച്ച് കളയാനുള്ള സാധ്യതയാണ് കാണുന്നത്. പല സ്ഥലങ്ങളിലും ടാറിങ് ഇപ്പം കൊല്ലം ജില്ലയിൽ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ മാത്രമല്ല, കരുനാഗപ്പള്ളി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നീണ്ടകര ഭാഗത്തോട്ട് പോകുമ്പം പല സ്ഥലങ്ങളിലും ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഉടൻ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഇടത്തെ സൈഡിലോട്ട് കുറച്ചും കൂടെ ഡ്രൈനേജിൻ്റെ പണിയൊക്കെ നടന്നു വരുന്നുണ്ട്. ഇനിയിപ്പം വലത്തെ സൈഡിൽ ഡ്രൈനേജിൻ്റെ മുകളിൽ സ്ലാബൊക്കെ ഇട്ട് ക്ലോസ് ചെയ്യേണ്ട പണിയൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പോട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റൽ എത്തുന്നതിനും മഴയാണ് ഇപ്പം വലത്തെ സൈഡിലായിട്ട് ആദ്യത്തെ ലെയറാണ് ഇവിടെയും കഴിഞ്ഞിരിക്കുന്നത്. ഇനി ഉടൻ തന്നെ വലത് ഭാഗത്തുകൂടി വാഹനങ്ങളൊക്കെ കടത്തി വിട്ടിട്ട് പഴയ റോഡ് ഉടൻ തന്നെ കുത്തിപ്പൊളിച്ച് കളയും. നമ്മൾ മുമ്പോട്ട് കരുനാഗപ്പള്ളി കഴിഞ്ഞ് വെച്ച് പോകുമ്പോൾ കുറ്റിവട്ടം ഭാഗത്ത് പിന്നെ അവിടെ കുറച്ച് ഭാഗത്തായിട്ട് ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ എവിടെയാണ് ഇടപ്പള്ളിക്കോട്ട ഭാഗത്തായിട്ട് എത്തുമ്പം കുറച്ച് ഭാഗത്ത് അവിടെയും ടാർ ചെയ്തിട്ടുണ്ട്. പിന്നെ ശങ്കരമംഗലം കോളേജ് കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പം കുറച്ച് ഭാഗത്തായിട്ട് ടാർ ചെയ്തിട്ടുണ്ട്. പിന്നെ നീണ്ടകര പാലം എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ കുറച്ച് ലെങ്തിലായിട്ട് അവിടെയും ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വലതുഭാഗത്തായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ പുതിയ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം അത്രയും ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ പിന്നെ കരുനാഗപ്പള്ളി ഭാഗത്ത് പിന്നെ എടുത്തു പറയേണ്ട വലിയ പണിയൊന്നും നടന്നിട്ടില്ല. നമ്മൾ നേരെ ഹൈസ്കൂൾ ജംഗ്ഷൻ ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ അവരിപ്പം സ്കൂളിൻ്റെ അടുത്തായിട്ട് തന്നെ വലത്തെ സൈഡിൽ കുറച്ച് റോഡ് കുത്തിപ്പൊളിച്ച് ക്രഷ് ചെയ്തത് ആ ഒരു മണ്ണ് കൊണ്ടുവന്ന് വലത്തെ സൈഡിൽ കുറച്ച് ഭാഗത്തായിട്ട് കൊണ്ടുവന്നിട്ട് നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പം ഇവിടെ നിന്നായിരിക്കും
ഓപ്പൺ ഫ്ലൈ ഓവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ലോഡ് ടെസ്റ്റിംഗ് പണിയൊക്കെ വലത്തേ സൈഡിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് പിന്നെ വലിയ പണിയൊന്നും തുടങ്ങിയിട്ടില്ല. നമ്മൾ പിന്നെ പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ വലത്തേ സൈഡിൽ ഇത്രയും സ്ഥലത്തായിട്ട് തന്നെ അവർ മെറ്റിലിട്ട് നിരത്തി തുടങ്ങിയിട്ടുണ്ട്. സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് ഇത്രയും പണിയെ ഈ ഒരു ഭാഗത്തായിട്ട് നടന്നിട്ടുള്ളൂ. പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ് മുമ്പോട്ട് വരുന്ന ഭാഗത്ത് വലിയ മാറ്റങ്ങളൊന്നും ഈ ഒരു ഭാഗത്തായിട്ടില്ല. പിന്നെ നേരെ മുമ്പോട്ട് വരുന്നിടത്ത് ഇവിടെ പൈലിംഗ് വർക്കുകൾ ഈ ഒരു ഭാഗത്തായിട്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം അവിടെ കൃത്യമായിട്ട് ഇപ്പോൾ എത്ര പൈലിംഗ് കഴിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ തുറന്നിട്ടിരിക്കുന്നതായിട്ടാണ് നമുക്കറിയാൻ പറ്റുന്നത്. ഇനി പൈൽ ക്യാപ്പിൻ്റെ നിർമ്മാണ ഘട്ടത്തിലോട്ട് എത്തുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഇവിടെ ഇപ്പം വലത്തേ സൈഡിൽ HNJ മാൾ എത്തുന്നതിന് മുമ്പായിട്ട് കുറച്ചും കൂടെ അവർ ഈ ഒരു റോഡ് പൊളിച്ച ആ ഒരു ക്രഷ് ചെയ്ത സാധനം ഈ ഒരു ഭാഗത്തും കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. നമ്മൾ ലാലാജി ജംഗ്ഷൻ കഴിഞ്ഞ് വെച്ച് പിന്നെ മുമ്പോട്ട് വരുമ്പം ഇവിടെ ഇട്ടാണ് അവർ പൈലിങ്ങിന് വേണ്ടിയിട്ടുള്ള കമ്പിയൊക്കെ ജോയിൻ ചെയ്ത് ഈ ഒരു ഭാഗത്തിട്ടാണ് ഉണ്ടാക്കി ഇരിക്കുന്നത്. അവിടെ തന്നെ കുറേ പിന്നെ ഫ്രിക്ഷൻ സ്ലാബൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഇവിടെ തന്നെ ലോഡ് കണക്കിന് കമ്പിയും ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കിയിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്നേറ്റി പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെയുള്ള മാറ്റങ്ങളേ ഉള്ളൂ. വലത് ഭാഗത്തായിട്ട് കുറച്ചും കൂടെ ലോഡ് മണ്ണ് കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ ഗർഡറിൻ്റെ പണി വലത്തേ സൈഡിലായിട്ട് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഗർഡറൊന്നും എടുത്തതിൻ്റെ മുകളിലോട്ട് വെച്ചില്ല, കാരണം ഇനിയൊരു ഇയർ ക്യാപ്പിൻ്റെ നിർമ്മാണം പൂർത്തിയാവാനുണ്ട്. അപ്പം ഇത്രയും അപ്ഡേറ്റാണ് നമ്മൾ ഓച്ചിറ മുതൽ കന്നേറ്റി വരെ പുതിയതായിട്ടുള്ള അപ്ഡേറ്റ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും, കാത്തിരിക്കുക.